സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടത് ആവശ്യമാണെന്നൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ അധ്യക്ഷ നടത്തിയിരുന്നു. ഇത്രയും വൈകിയാണെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നല്ല തീരുമാനമുണ്ടാകുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നാണ്. എന്നാൽ അവരുടെ പ്രസ്താവനയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും വന്ന പ്രതികരണങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. എന്തുകൊണ്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ അത്യാവശ്യമാണെന്ന് തുറന്നു കാട്ടുന്ന രീതിയിലുള്ളതായിരുന്നു പലരുടെയും കമന്റുകൾ. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരും അശ്ലീലം പറയുന്നവരും വഷളച്ചിരി ചിരിക്കുന്നവരും നമുക്കിടയിൽ കുറച്ചൊന്നുമല്ല എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇക്കൂട്ടത്തിൽ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാനും വരാം, സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു ലേബർ റൂം കൂടി പണിതോ എന്നൊക്കെയുള്ള ഗംഭീര തമാശകൾ എഴുതിവിട്ട് ഞെളിഞ്ഞു നിന്നവരുണ്ട്. ലൈംഗിക വിദ്യാഭ്യാസം നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല, ഇതൊക്കെ നാടിനെ കുട്ടിച്ചോറാക്കാനുള്ള ചിലരുടെ ഗൂഢാലോചനയാണ് എന്ന് ആകുലപ്പെട്ടവരുമുണ്ട്. തീർച്ചയായും ഇവരൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കൊലപാതകത്തിനിരയായ പെൺകുട്ടിയുടെ വാർത്തയ്ക്ക് താഴെയും കമന്റുകൾ ഇട്ട് കാണണം. പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, അല്ലാതെ പ്രേമിക്കാൻ നിൽക്കരുത്. പണ്ടൊന്നും ആരും പ്രേമിക്കാൻ നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മരിക്കാത്തത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് പ്രേമം കൂടിയത് കൊണ്ടാണ് എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഇവർ തന്നെയാകാനാണ് സാധ്യത. ഇങ്ങനെയുള്ളവർക്ക് എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ ഉത്തരങ്ങളും പരിഹാര മാർഗങ്ങളും ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് പ്രേമിക്കാൻ നിന്നിട്ടാണ്, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത് അമ്മമാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, ട്രാൻസ്ജെൻഡർ വ്യക്തികളും ട്രാൻസ്സെക്ഷൽ വ്യക്തികളും ഗേ ആൻഡ് ലെസ്ബിയൻ വ്യക്തികളുമൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ട് അങ്ങനെ ആയതാണ്. നല്ല അടി കിട്ടിയാൽ നേരെയാകും. ഡിസേബിൾഡ് ആയ വ്യക്തികൾക്ക് സെക്സ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ കല്യാണ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ അവരെ ലൈംഗികമായി പരിഹസിച്ച് കമന്റ് ഇട്ടോണം. കല്യാണം കഴിഞ്ഞാൽ റേപ്പ് നടക്കില്ല, കാരണം കല്യാണം കഴിഞ്ഞാൽ സെക്സ് ചെയ്യാൻ പാർട്ട്ണറുടെ സമ്മതം ആവശ്യമില്ല. സെക്സ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ കൊടുക്കുകയും ആണുങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ ഫോട്ടോയ്ക്ക് താഴെ ചെന്ന് കളി തരുമോ, ഇത് കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ബ്രേക്കപ്പ് എന്നൊരു സംഭവമില്ല, എല്ലാം തേപ്പാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശമില്ല. അവരങ്ങനെ ചെയ്താൽ അവരൊരു പാഠം പഠിപ്പിക്കേണ്ടത് പുരുഷവർഗത്തിന്റെ തന്നെ ആവശ്യമാണ്. അതുകൊണ്ട് പ്രണയം നിരസിച്ചതിന് ഏതെങ്കിലും ഒരു ക്രിമിനൽ ഒരു പെണ്ണിനെ കൊന്നാൽ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് കൊടുക്കും. സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിന് മേൽ ഒരു അവകാശവുമില്ല, അത് പുരുഷന്മാരുടെ സ്വന്തമാണ്. ബന്ധങ്ങളിൽ സ്നേഹവും സംരക്ഷണവും മാത്രം മതി, പരസ്പര ബഹുമാനത്തിന്റെ ആവശ്യമില്ല. ആണുങ്ങൾക്ക് കരയാൻ പാടില്ല. ഇങ്ങനെ ലൈംഗിക താല്പര്യം, കൺസെന്റ്, ജെൻഡർ റോള്, ജെൻഡർ ഐഡന്റിറ്റി തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും അബദ്ധജടിലമായ കാഴ്ചപ്പാടുകൾ ഭൂരിപക്ഷത്തിനുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ ഒരു സമൂഹത്തിന് ലൈംഗികത എന്ന് കേൾക്കുമ്പോൾ വഷളച്ചിരി ചിരിക്കാനും ലൈംഗിക വിദ്യാഭ്യാസം എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ കുട്ടികളെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുന്നതിലേക്ക് എത്താനും കഴിഞ്ഞത് വലിയ അത്ഭുതമൊന്നും വേണ്ട. ഇത്തരം അബദ്ധ ചിന്തകളും പരിഹാരങ്ങളും അടുത്ത തലമുറയിലേക്ക് പടരാതിരിക്കാൻ ലൈംഗിക വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. എന്താണ് ലൈംഗിക വിദ്യാഭ്യാസം? സ്വന്തം ശരീരത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ചും സുരക്ഷിതമായ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും സെക്ഷൽ ഐഡന്റിറ്റിയെക്കുറിച്ചും കൺസെന്റിനെ കുറിച്ചുമൊക്കെ സമഗ്രമായ ഒരു അവബോധം വ്യക്തികളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് ലൈംഗിക വിദ്യാഭ്യാസം. അതൊരു കുട്ടി വളരുന്നതിനനുസരിച്ചും കുട്ടിയുടെ പ്രായമനുസരിച്ചും കുട്ടിയുടെ സാമൂഹിക ചുറ്റുപാടിനനുസരിച്ചും സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണ്. സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രധാനമായും ലഭിക്കുന്നത് മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, മീഡിയ എന്നിവയിൽ നിന്നാണ്. എന്നാൽ അവ പലപ്പോഴും അബദ്ധങ്ങൾ നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ പ്രോപ്പറായ ഒരു സോഴ്സ് ഇതിനാവശ്യമാണ്. സെക്ഷൽ ഓറിയന്റേഷൻ, ജെൻഡർ ഐഡന്റിറ്റി, ഗർഭനിരോധന മാർഗങ്ങൾ, ആരോഗ്യകരമായ ബന്ധങ്ങൾ എന്നിവയൊക്കെ കുറിച്ച് നമ്മുടെ സമൂഹം വെച്ച് പുലർത്തുന്ന തെറ്റിദ്ധാരണകൾ നമുക്കറിയാവുന്നതാണ്. അതിനൊപ്പം കൂടിയ അളവിൽ വിക്ടിം ബ്ലെയിമിങ്ങും ജെൻഡർ റോളും അടിച്ചേൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. മനുഷ്യർ തമ്മിൽ ഹെൽത്തിയായ ബന്ധമുണ്ടാകണമെങ്കിൽ ചെറുപ്പം മുതലേ അതിന് പരിശീലനം കിട്ടേണ്ടതുണ്ട്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നത് ടോക്സിക് ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസേഴ്സും കലിപ്പൻ കാന്താരി ടീമുകളും സദാചാര ആംഗളമാരും ഒക്കെ ആയിരിക്കും. അതുണ്ടാക്കുന്ന ദോഷം എന്താണെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥ സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ആദ്യം അറിയണം. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈംഗികപരമായ രോഗങ്ങൾ, പ്ലാൻ ചെയ്യാത്ത ഗർഭധാരണം, ശരീരത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ലൈംഗിക അവയവങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ഇല്ലാതാക്കുവാൻ സെക്സ് എഡ്യൂക്കേഷന് സാധിക്കും. നമുക്കറിയാം, പ്രണയത്തെയോ പല മീഡിയയിലൂടെ കുട്ടികളിലേക്ക് എത്തുന്ന കാര്യങ്ങളെയോ ആർക്കും തടഞ്ഞു നിർത്താനാകില്ല എന്ന്. കുട്ടികളുടെ ട്രാൻസിഷൻ സ്റ്റേറ്റിനെ ആരോഗ്യപരമാക്കാൻ പ്രോപ്പറായ സെക്സ് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ സാധിക്കൂ. രണ്ടാമത്തേത് ആരോഗ്യപരവും അല്ലാത്തതുമായ ബന്ധങ്ങളെ തിരിച്ചറിയലാണ്. അൺഹെൽത്തിയായ ബന്ധങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. സെക്ഷൽ വയലൻസും ആരോഗ്യപരമായ സെക്സും വേർതിരിക്കാൻ കഴിയാത്തവരായി മാറിപ്പോകാതിരിക്കാൻ, ബന്ധങ്ങളിലെ ടോക്സിസിറ്റി മനസ്സിലാക്കാൻ, അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ സെക്സ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാനും അതിന്റെ അവകാശം തനിക്കാണെന്ന് തിരിച്ചറിയാനും കഴിയലാണ് അടുത്തത്. അതോടൊപ്പം മറ്റൊരാളുടെ അവകാശത്തെ ബഹുമാനിക്കലും കൂടിയാകുമ്പോൾ കൺസെന്റിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകും. മറ്റൊരാളുടെ സെക്ഷുവാലിറ്റി, ജെൻഡർ ഐഡന്റിറ്റി ഇതൊന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് ബഹുമാനത്തോടെ ഇടപഴകുക എന്നതാണ് മറ്റൊന്ന്. ഇത് സ്കൂൾ കാലഘട്ടം മുതലേ പരിശീലിക്കേണ്ട ഒന്നാണ്. അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന മുതിർന്ന സമൂഹത്തിന്റെ അതേ മെന്റാലിറ്റി ആയിരിക്കും നാളെ
കുട്ടികൾക്കും. ലൈംഗികപരമായ അറിവില്ലായ്മ കാരണം പഠനം തകരാറിലാകുന്ന കുട്ടികളുമുണ്ട്. അത് മറികടക്കാനും ലൈംഗിക വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കും. മറ്റൊരാളുടെ സെക്ഷൽ ഓറിയന്റേഷനെ ചോദ്യം ചെയ്യാനോ അതിന്റെ പേരിൽ അവരെ നാണം കെടുത്താനോ ഒരാൾക്കും അവകാശമില്ല എന്ന തിരിച്ചറിവ് നമ്മളിൽ പലർക്കുമില്ല. ഇതിനൊക്കെ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ സെക്സ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും നേരിട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലൈംഗികമായതും അല്ലാത്തതുമായ പല പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെയെങ്കിലും പരിഹാരം കണ്ടെത്താൻ സെക്സ് എഡ്യൂക്കേഷനിലൂടെ സാധിക്കും. നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ന് കേട്ടാൽ പുച്ഛിച്ചു ചിരിക്കുന്ന മഹാന്മാരും മഹതികളും ഇനിയെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും തങ്ങൾക്ക് അറിയില്ലെന്ന് സമ്മതിക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവരിനി മാറിയാലും ഇല്ലെങ്കിലും അടുത്ത തലമുറയെങ്കിലും മാറി ചിന്തിക്കേണ്ടതിന് അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളുകളിലെ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോഴുള്ള ആളുകളുടെ പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.